ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. അതായത് നമ്മുടെ വരാൻ പോകുന്ന ടേം 3 പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു മോഡൽ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചോദ്യ പേപ്പർ നമ്മുടെ സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കുറേ പേരൊക്കെ പഠിച്ചു കഴിഞ്ഞു, മറ്റു കുറേ പേര് പഠിച്ച് തീരാറായി, കുറച്ച് പേര് ഇനിയും കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, ഇതൊക്കെ അറിയാം. എങ്കിലും നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ നമുക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് മാറുന്ന ഒന്നാണ് ഈ പറയുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചോദ്യ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇതുപോലെ മാക്സിമം നമ്പർ ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസറും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യ പേപ്പർ. അതിൽ നമുക്കറിയാം 80 മാർക്കിൻ്റെ എക്സാമാണ്, 2.5 മണിക്കൂർ പരീക്ഷ, 15 മിനിറ്റ് കോൾ ഓഫ് ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിലാദ്യം വരുന്നത് നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യവും അതിൻ്റെ ആൻസറും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മളൊരു ചോദ്യ പേപ്പർ കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് കിട്ടുന്ന ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം വായിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വായിച്ച് ചാടി കയറി എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. നിങ്ങൾ സമയമെടുത്ത് ഫുൾ ചോദ്യ പേപ്പർ വായിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് നഷ്ടമാവുന്ന സമയം ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കണക്കാക്കരുത്. നമ്മൾ പഠിച്ച കറക്റ്റ് ഉത്തരം പേപ്പറിൽ എഴുതണമെങ്കിൽ നമ്മൾ ചോദ്യം മുഴുവനായും വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആൻസർ ചെയ്യാൻ പോകാവുള്ളൂ. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലോകസഭ എന്നാണ്. കണ്ടോ, ഇതിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം സ്ട്രെങ്ത് 250 ആണ്, അതെന്തായാലും ലോക്സഭയല്ല. അടുത്ത് വൈസ് പ്രസിഡന്റ് ചെയർമാൻ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതും ലോക്സഭയല്ല. ടേം ഓഫ് ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുന്നുണ്ട്, അത് ലോക്സഭയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ടേം ഓഫ് ഓഫീസ് മെമ്പേഴ്സ് 6 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടേതല്ല. സോ ഇവിടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്, ലോകസഭയെ അറിയപ്പെടുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് പെയർ റിലേറ്റിംഗ് ടു ദ റെയിൻ ഓഫ് ദ മിഡീവൽ ഡൈനാസ്റ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ നമ്മുടെ ഡൈനാസ്റ്റീസ് നമ്മൾ പഠിച്ചു. ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി, ആ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട നമ്മുടെ കിങ്ഡംസും അതിൻ്റെ വർഷം ഏതൊക്കെ വർഷമാണ് ഭരിച്ചതെന്നുള്ളതുമാണ്. നമ്മൾ പഠിപ്പിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞു പോയിരുന്നു ഈ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഇവിടെ കൃത്യം ചോദ്യം വന്നിട്ടുണ്ട്. രാഷ്ട്രകുദാസ് 8ാം നൂറ്റാണ്ട് തൊട്ട് 11 വരെയാണ്, അത് കറക്റ്റ് അല്ല. 8ാം നൂറ്റാണ്ട് തൊട്ട് 10ാം നൂറ്റാണ്ട് വരെയാണ് കറക്റ്റ് പേരാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അതല്ല. ചാലൂക്യാസ് 6 തൊട്ട് 12 വരെ കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ചോളാസ് 10 തൊട്ട് 13 വരെ തെറ്റാണ്. 9 തൊട്ട് 13 വരെ അല്ലേ ചോളാസ് വരുന്നത്. പാലാസാണ് ഉദ്ദേശിക്കുന്നത്. 8 തൊട്ട് 12 വരെ എന്നാണ് പറയുന്നത്, അവർ 8 തൊട്ട് 12 വരെ അല്ല. കറക്റ്റ് ഉത്തരം ബി ആണ്. ചാലൂക്യാസ് ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ചാലൂക്യാസ് റൂൾ എന്ന് പറയുന്നത് 6ാം നൂറ്റാണ്ട് തൊട്ട് 12ാം നൂറ്റാണ്ട് വരെയാണ്, കറക്റ്റാണ്. ബാക്കി രാഷ്ട്രകുദാസ് നോക്കിക്കഴിഞ്ഞാൽ 8 തൊട്ട് 10 വരെയാണ് കറക്റ്റ് ഉത്തരം. അതുപോലെ തന്നെ നമ്മുടെ ചോളാസ് 9ാം നൂറ്റാണ്ട് തൊട്ട് 13ാം നൂറ്റാണ്ട് വരെയാണ്, 8 തൊട്ട് മിഡ് 9th വരെയാണ് പാലാസിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം കണ്ടല്ലോ, ഏതാണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതെ പഠിച്ചോളാം. മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈസ് ദ ചിറാപൂഞ്ചി ആൻഡ് മോസിൻറാം ദ റീജിയൻസ് ദാറ്റ് റിസീവ് ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ് ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി മോസിൻറാമും ഏത് ഹിമാലയാസിലാണെന്നുള്ളതാണ് ചോദ്യം. വെസ്റ്റേൺ ഹിമാലയാസ് ആണോ, സെൻട്രൽ ആണോ, ഈസ്റ്റേൺ ആണോ, പൂർവാചലാണോ? കറക്റ്റ് ഉത്തരം ഈസ്റ്റേൺ ഹിമാലയാസ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ മേഘാലയയിലാണ് ചിറാപൂഞ്ചി മൗസിൻറാമും വരുന്നത്. മേഘാലയ മൺസൂണിൻ്റെ പാത്തൊക്കെ നമ്മൾ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹൈലാൻഡ് ആണ് നമ്മുടെ ചിറാപൂഞ്ചി മൗസിൻറാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ ഡിവിഡൻറ്റ്. എന്താ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേബർ ഫോഴ്സ് കൂടുമ്പോഴത്തേക്കും അത് നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കും അല്ലേ. അതായത് നമ്മുടെ വർക്കിംഗ് പോപ്പുലേഷൻ്റെ അളവ് എപ്പോഴും കൂടിയിരിക്കുകയും നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യോ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ്
എന്താണ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അത് ശരിയാണ്. ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസസ്, അതും ശരിയാണ്. ഇറ്റ് ഈസ് സ്റ്റേബിൾ, തെറ്റാണ്. നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് പറഞ്ഞ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ വരി തന്നെ എന്ത് പറയുന്നുണ്ട്? അത് സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്, അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് സി ആണ്. സോ എന്താണ്, ദിസ് ഈസ് സ്റ്റേബിൾ എന്നതാണ് എന്ത് നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, മറന്നുപോയവർക്ക് അതുകൂടി ഒന്ന് നോക്കാം. അടുത്ത 5ാമത്തെ ചോദ്യം, ദ മേജർ സോയിൽ ടൈപ്പ് ഫൗണ്ട് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിൽ കാണുന്ന ഏതാണ്? അത് ഡെപ്പോസിഷൻ കാരണം ഉണ്ടാകുന്ന അലൂവിയൽ സോയിലാണ്. ബ്ലാക്ക് സോയിൽ എവിടെയാണ് കാണുന്നത്? അത് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റുവിൻ്റെ ഭാഗത്തല്ല, അവിടെ ഡെക്കാൻ ട്രാപ്പ് റീജിയണിലൊക്കെയാണ് കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കാണപ്പെടുന്നുണ്ട്. റെഡ് സോയിൽ എവിടെയാണ്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സോയിൽ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അലൂവിയൽ സോയിലാണ്. 6ാമത്തെ ചോദ്യം. അപ്പോൾ 5 ചോദ്യം കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ കണ്ടോ, എനി 8 ഫ്രം ദ ക്വസ്റ്റ്യൻ 6 to 14. ഓക്കെ, അതിൽ ഏതെങ്കിലും 8 എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിന് 3 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ചോദ്യം, എൻലിസ്റ്റ് എനി 3 ലിമിറ്റേഷൻസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് അറിയാം. നമുക്ക് ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉണ്ട്, ഡബിൾ കൗണ്ടിങ് ഉണ്ട്, നമ്മൾ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഡേറ്റ നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഇന്നാക്യുറേറ്റ് ഡേറ്റ. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് അല്ലേ. ഒന്ന്, ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വരുന്നുണ്ട്, ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട്, നോൺ ഇൻക്ലൂഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ അല്ലെങ്കിൽ സെൽഫ് സർവീസ് കൊടുക്കുന്നില്ല. അതുപോലെ എന്താണ്, നമ്മുടെ മോണിറ്ററി വാല്യൂ ഡിറ്റർമിൻ ചെയ്യാത്ത പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ ഹൗസ് ഹോൾഡ് വർക്ക് നമ്മൾ കൂട്ടാറില്ല. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. 7ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏതൻസ്. അല്ല, ഏതൻസിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അറിയാം. 30 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് വോട്ടിംഗ് അവകാശമുണ്ട്, സ്ത്രീകൾക്കില്ലായിരുന്നു, അടിമകൾക്കില്ലായിരുന്നു. അതാണ് എന്ത്? ഏതൻസിലെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. 30 വയസ്സിന് മുകളിലുള്ളവർക്ക് എന്താണ്? സിറ്റിസൺസ് ആയിട്ട് അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, ഒരു കമ്മിറ്റി ഉണ്ട്, അത് വർഷത്തിൽ 4 തവണ എന്ത് ചെയ്യും? കൂടും. അതെന്ത് ചെയ്യും? ഡിസിഷൻസ് എടുക്കും. സ്ത്രീകളിലെയും ആർട്ടിഷ്യൻസിനെയും ഫോറിനേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫോറിൻ വർക്കേഴ്സിനൊന്നും എന്ത് ചെയ്തിട്ടില്ല, സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതാണ് ഏതൻസിലെ അവസ്ഥ എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടത്. സെയിൽസ് ഓഫ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ഡിസ്കൗണ്ട്, റിബേറ്റ്, ഇ കോമേഴ്സ്, ഓൺലൈൻ സ്റ്റോറുകളൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണ്. പിന്നെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ, ഫ്രീ ആയിട്ട് സാധനം കൊടുക്കുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഡിസ്കൗണ്ട് കൊടുക്കുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ബൈ 1 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ എന്താണ്? മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. 3 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഞാനല്ല, ഇത് നമ്മുടെ ആൻസർ കീ തന്നെ വരുന്നതാണ് കേട്ടോ. ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നുണ്ട്, ഫ്രീ പ്രോഡക്റ്റ് ഓഫേർഡ് എലോങ് വിത്ത് പർച്ചേസ്, അതാണ് ബൈ 1 get 1 ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. അടുത്ത് 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ഡെസേർട്ട്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഡെസേർട്ട് അല്ലേ. എന്താ ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 സെൻറ്റിമീറ്ററിൽ താഴെ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഡെസേർട്ടായിട്ട് മാറുന്നത്. ഡെസേർട്ട് 2 തരത്തിലുണ്ട്, കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. അടുത്ത ചോദ്യം, ഹൗ ആർ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ക്രിയേറ്റഡ്? റൈറ്റ് എക്സാമ്പിൾ അല്ലേ. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ? പുരുഷനാണെങ്കിൽ ഇങ്ങനെ പെരുമാറാവൂ, സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ പെരുമാറാവൂ എന്നൊക്കെ നമ്മുടെ സൊസൈറ്റി കുറേ കാര്യങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്തായിരിക്കും? ബൈ ക്രിയേറ്റിംഗ് ഓർ പ്രിറ്റൻഡിങ് സച്ച് ഇൻകറക്റ്റ് ഓർ പാർഷ്യൽ കറക്റ്റ് നോഷൻസ് ആസ് ദ ബേസിക് ക്വാളിറ്റി ഓഫ് മെൻ ആൻഡ് വുമൺ. അപ്പോൾ എന്ന് വെച്ചാൽ പെൺകുട്ടിയൊക്കെ പിങ്ക് നിറം ഇഷ്ടമാണ്, ആണുങ്ങളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് ചെയ്യുക, ജെൻഡറിനെ ബേസ് ചെയ്തുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ കാട്ടിലുള്ള ആൾക്കാർ അല്ലേ, നമ്മളെ കാട്ടിലുള്ള ആൾക്കാർക്ക് എഴുത്തും വായന അറിയത്തില്ല, അവരിപ്പോഴും നമ്മുടെ പുലിത്തോലും മൃഗങ്ങളുടെ തോലും ഒക്കെ കൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതെന്താണ്? അവരെ പറ്റി ഞാൻ പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണല്ലോ, അവരങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതുപോലെ ഇന്ന ജെൻഡറിൽപ്പെട്ട ആൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നതിനാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം, ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിന്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അറിയാലോ, നമ്മുടെ ഇന്ത്യയിലെ വലതുവശത്ത് അല്ലേ, നമ്മുടെ എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ എന്ന കടലിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡാണ് എന്ത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളാണ് കാണപ്പെടുന്നത്. ഇവിടെയാണ് ബാരൻ ഐലൻഡ് എന്ന ഇന്ത്യയിലെ ഏക ആക്റ്റീവ് വോൾക്കാനോ എന്ത് ചെയ്യുന്നത്? സിറ്റുവേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ ആണ്.
ഒന്ന് രണ്ട് പോയിന്റുകൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. അലക്കിനിയോമ മൗണ്ടൻസിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിൽ പൊങ്ങി നിൽക്കുന്നത്. ഞാനിന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? എവിടെ അല്ലേ? 12ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻ കേരള? കേരള സാർ അല്ലേ? കേരള എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതങ്ങോട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അല്ലേ, നമ്മളൊരു കോമഡി ഷോയിൽ എന്ത് ചെയ്തു, ഒരു കേരളത്തിനെ കളിയാക്കി പറഞ്ഞു. കേരളം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ 100% ലിറ്ററസി ആണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുമെന്ന്. അതേ കൊള്ളും. നമുക്ക് അഭിമാനം കൊള്ളാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. കാരണം ലൈഫ് എക്സ്പെക്റ്റൻസിയിലും ഹെൽത്ത് കെയറിലും എല്ലാം നമ്മൾ തന്നെയാണ് എന്ത് മുമ്പിൽ നിൽക്കുന്നത്. സോ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹൈ ലിറ്ററസി റേറ്റ് തന്നെയാണ് അല്ലേ, നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾ ആ കോൺട്രവേഴ്സിയൊക്കെ അറിഞ്ഞായിരുന്നു. ശരി, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, സാനിറ്റേഷൻ ഉണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നല്ല രീതിയിൽ എഫക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസീസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കേരളം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അടുത്ത, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ദ മെത്തേഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകളെ പറ്റിയിട്ട് വന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, പെട്ടെന്ന് നമ്മൾ ഈ ഒരു കോളം വായിച്ചിട്ട് ഈ പോയിന്റിനെ എ എന്ന് പറഞ്ഞ് എഴുതാനൊരു സാധ്യത നമുക്കുണ്ടാവും. ശ്രദ്ധിച്ചോളണം. എ കോളം ഇവിടെയാണ് അല്ലേ, ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്. അപ്പോൾ അടുത്ത് വരുന്നത് എന്തായിരിക്കും? അടുത്ത് വരുന്നത് റിജിഡ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് മോർ റിജിഡ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ അമെൻമെൻറ്റ്സിനകത്ത് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റേറ്റിൻ്റെയൊക്കെ പേര് മാറ്റുന്ന കാര്യം, ബൗണ്ടറീസ് നിശ്ചയിക്കുന്ന കാര്യം, സിറ്റിസൺഷിപ്പ് നിശ്ചയിപ്പിക്കുന്ന കാര്യം ഫ്ലെക്സിബിൾ ആണ്. എ കോളത്തിൽ വരുന്നത് റിജിഡ് അമെൻമെൻ്റ് ആണ്. സി എന്ന് വെച്ചാൽ മോർ റിജിഡ് ആണ്. എന്തുമായിട്ട് ബന്ധപ്പെടുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് പവറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഒക്കെ മോർ റിജിഡ് ആണ്. അത് റാറ്റിഫിക്കേഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാർക്ക് ആൻഡ് ലേബിൾ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഇത് നിങ്ങളുടെ മാപ്പിൽ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആരവല്ലി മൗണ്ടൻസും ഡെക്കാൻ പ്ലേറ്റ്യൂവും മലബാർ കോസ്റ്റും ഗോദാവരി റിവറും അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ്? ഈ ഭാഗത്ത് അല്ലേ, രാജസ്ഥാൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്? ആരവല്ലി റേഞ്ചസ് വരുന്നത്. ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ ഭാഗം അല്ലേ, ഇവിടെയാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ് വരുന്നത്. മലബാർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് എന്ത് വരുന്നത്? മലബാർ കോസ്റ്റ് വരുന്നത്. ഗോദാവരി നദി എന്ന് വെച്ചാൽ ഇവിടുന്ന് അല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ പോകുന്നതാണ് എന്ത്? ഗോദാവരി നദി എന്ന് പറയുന്നത്. മാപ്പുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കതിനകത്ത് മെയിനായിട്ട് എനിക്കിപ്പോൾ നോക്കുമ്പോൾ ജോഗ്രഫിയിൽ നിന്നാണ് മാപ്പ് വരുന്നത്. അപ്പോൾ ജോഗ്രഫിയിലെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ഏതൊക്കെ മാപ്പ് വരുന്നുണ്ടോ ആ എല്ലാ മാപ്പുകളും വെച്ചുകൊണ്ട് ഒരു ക്ലാസ് ഉടനെ തന്നെ ചെയ്യാം. നിങ്ങളും അതുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളും എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ മാപ്പുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പോകാൻ. അവിടെ നിന്ന് ചോദ്യം വരും. അടുത്ത് വരുന്നു, ഓക്കെ, ഏതായാലും 9 ചോദ്യം ചെയ്യണം. 16 തൊട്ട് 26 വരെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. ഫസ്റ്റ് ചോദ്യം, അനലൈസ് പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഓൺ ദ ബേസിസ് ഓഫ് ടൂൾസും ലൈവ്ലിഹുഡും. ഹാർഡായിട്ടുള്ള റഫ് ടൂൾസാണ് പാലിയോലിറ്റിക്കിൽ ഉപയോഗിച്ചിരുന്നത്. നിയോലിറ്റിക് ആയപ്പോൾ പോളിഷ് ചെയ്തിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു പാലിയോലിറ്റിക്കിൽ. നിയോലിറ്റിക് ആയപ്പോൾ എന്ത് ചെയ്തു? അഗ്രികൾച്ചറും കാര്യങ്ങളും ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതൊക്കെ ഓർമ്മ കാണൂലേ അല്ലേ? ആദ്യമൊക്കെ നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, പിന്നെയാണ് നമ്മുടെ ഉഴപ്പ് കൂടുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ടേം 3യിലുള്ള ചാപ്റ്റേഴ്സ് ആദ്യം തീർത്തിട്ട് വേണം, അല്ലാതെ ആദ്യത്തെ മുതലേ പഠിച്ചുകൊണ്ട് വരാൻ നിൽക്കരുത്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ടേം 2ലേക്ക് നിങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ ഓർമ്മയുണ്ടാവും. ശരി, 17ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 2 branches ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ? ഗീവ് റീസൺ വൈ രാജസ്ഥാൻ ഡെസേർട്ട് റീജിയൻ റിസീവ്സ് സ്കാൻഡ് റെയിൻഫോൾ. എന്താ കാരണം എന്ന് പറയുന്നത്? ഇപ്പോൾ എന്താ നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്ത്യയെങ്കിൽ അല്ലേ, എന്താണ് ഈ ഭാഗത്തോട്ട് വരുന്ന മൺസൂൺ ജൂൺ മാസം ഇവിടെ എത്തുന്നു, 2 ബ്രാഞ്ചായിട്ട് മാറുന്നു അല്ലേ. ഇതേത് ബ്രാഞ്ച്? അറേബ്യൻ സീ ബ്രാഞ്ച്. ഇതേത് ബ്രാഞ്ച്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അങ്ങനെയാണ് 2 ബ്രാഞ്ച് വരുന്നത് അല്ലേ, 2 ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് ഇവിടെയൊക്കെ മഴ പെയ്യിപ്പിച്ച് ഇങ്ങോട്ട് പോകും. ഇത് നേരെ പോയിട്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ ഭാഗത്തല്ലേ, മോസിൻ റാമും ചിറാപ്പൂഞ്ചിയിലൊക്കെ മഴ പെയ്യിപ്പിച്ചിട്ട് അകത്തോട്ട് വരും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് അത്രയും ആർക്ക് മഴ കിട്ടത്തില്ല? ഈ മൗണ്ടൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന രാജസ്ഥാൻ എന്ത് കിട്ടത്തില്ല? മഴ കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ആരവല്ലി റേഞ്ചസ്. ആരവല്ലി റേഞ്ചസ് മൺസൂണിനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണമാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? അവിടെ മഴ കിട്ടാത്തത്. അതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. 2 ബ്രാഞ്ചുണ്ട്. ഏതൊക്കെയാണ്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും അറേബ്യൻ സീ ബ്രാഞ്ചും. കിട്ടാത്തത് ആരവല്ലി മലനിരകൾ എന്ത് ചെയ്യുന്നു? പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ്. 18ാമത്തെ ചോദ്യം, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ റിസീവ്ഡ് റോയൽ പാട്രണേജ് ഡ്യൂറിങ് ദ ഗുപ്ത റെയിൻ. ഗുപ്ത കാലഘട്ടത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രത്യേകം ഞാനിത് നോട്ട് തന്ന പോയിന്റാണ്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറയുന്ന അവരുടെ ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു. മാത്രമല്ല അന്നത്തെ പ്രധാനപ്പെട്ട എപ്പിക്കുകളായിട്ടുള്ള രാമായണ മഹാഭാരതമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സംസ്കൃത ഭാഷയിലോട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രാമാസ് എല്ലാം കമ്പോസ് ചെയ്യുന്നത്
സംസ്കൃതത്തിലായതുകൊണ്ട് തന്നെ സംസ്കൃത ഭാഷ നല്ല രീതിയിൽ വളർന്നു ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ. 19ാമത്തെ ചോദ്യം, സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെക്സ് നിങ്ങൾ ഏത് പുരുഷനായിട്ടാണോ സ്ത്രീയായിട്ടാണോ ജനിക്കുന്നത് അതാണ് സെക്സ് തീരുമാനിക്കുന്നത്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് സൊസൈറ്റി ജീവിക്കുന്നത്, നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് നിങ്ങളുടെ ജെൻഡർ എന്ന് പറയുന്നത്. രണ്ടും ഒന്നാകണമെന്നില്ലെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഞാൻ ഇപ്പോൾ തൽക്കാലം അതിലൊരു കമൻറ്റും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, സെക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ അമേരിക്കയിലെ പ്രസിഡൻ്റായ പുതിയ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ആരാണ്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ആകെ എന്താണ് ഈ സെക്സും ജെൻഡറും എന്നൊക്കെ പറഞ്ഞ് വലിയ വ്യത്യാസമൊന്നും കൊടുക്കണ്ട, സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ സെക്സ് എന്താണ്? റെഫേഴ്സ് ടു ദ ബയോളജിക്കൽ ക്യാരക്ടർ ദാറ്റ് ഡിസ്റ്റിങ്ക്വിഷ് മെയിൽ ആൻഡ് ഫീമെയിൽ. അതായത് ക്രോമസോം എക്സ് ആണെങ്കിൽ പെണ്ണ്, XY ആണെങ്കിൽ ആണ്. ബയോളജി പഠിക്കുന്നുണ്ട്. ജെൻഡർ റെഫേഴ്സ് ടു ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് അസോസിയേറ്റഡ് വിത്ത് ദ കാറ്റഗറി ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ത്രൂ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ജെൻഡർ ഈസ് നോട്ട് ബയോളജിക്കൽ ഓർ ഫിക്സഡ്. മാറിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് നമുക്കറിഞ്ഞൂടെ അല്ലേ? LGBTQ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് വാർത്തയിലൊക്കെ. ശരി, ഡിഫൈൻ പ്ലേറ്റ്. 20ാമത്തെ ചോദ്യമാണ്. വരച്ച് കുളമാക്കിയല്ലേ ഞാൻ മൊത്തം. ശരി, ഇതൊന്ന് മാറ്റി പറയട്ടെ. ഡിഫൈൻ പ്ലേറ്റ്. ഓക്കെ, ഡിഫൈൻ പ്ലേറ്റ്. ഇത് കാണിച്ചിരിക്കുന്ന ഏതൊക്കെ പ്ലേറ്റ് ഉണ്ട്? എന്താ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥലത്തേക്കാളും എലിവേറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ടേബിൾ ലൈക്ക് ലാൻഡ് ഫോം ആണ് എന്തെന്ന് പറയുന്നത് പ്ലേറ്റ് എന്ന് പറയുന്നത്. ആദ്യം കാണുന്നത് എന്താണ്? മൗണ്ടൻസിനിടയിൽ കാണുന്നത് ഇന്റർ മൗണ്ടൻ പ്ലേറ്റു. ഇതെന്താണ്? ഇത് പിറ്റ്മണ്ട് പ്ലേറ്റു അല്ലേ? ഒരിടത്ത് മൗണ്ടനും ഒരിടത്ത് പ്ലെയിനും. ഇതെന്താണ്? കോണ്ടിനെൻ്റൽ പ്ലേറ്റു ആണ് മൂന്നാമത് വരുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്ലേറ്റു എന്താണ്? എലിവേറ്റഡ് ലാൻഡ് ഫോം വിത്ത് ബ്രോഡ് ഫ്ലാറ്റ് സർഫസ്. അതിൽ ആദ്യം കണ്ടത് എന്താണ്? മൗണ്ടൻസിനിടയിൽ കാണുന്ന ഇന്റർ മൗണ്ടൻ പ്ലേറ്റു. രണ്ടാമത് കണ്ടത് പിറ്റ്മണ്ട് പ്ലേറ്റു, ബേസ് ഒരു മൗണ്ടനും താഴോട്ട് പോകുന്നത്. മൂന്നാമത് കണ്ടത് കോണ്ടിനെൻ്റൽ പ്ലേറ്റു. എന്നിങ്ങനെ പ്ലേറ്റ്യൂസ് 3 തരമുണ്ട്. പ്ലേറ്റ്യൂ ചാപ്റ്ററിൽ തുടക്കത്തിൽ കിടക്കുന്നതാണ്, അതൊക്കെ പഠിക്കാതെ പോകരുത്. അടുത്ത, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് സീൻ ഇൻ അവർ കൺട്രി. ഇത് ടേം 2 വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏതൊക്കെയാണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അതായത് ജോലി ചെയ്യാൻ റെഡിയാണ്, ജോലിയില്ല. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ടെക്നോളജി കാരണം ജോലി നഷ്ടപ്പെട്ടു. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഒരു സീസണിൽ പണിയുണ്ട്, അടുത്ത സീസണിൽ പണിയില്ല. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, പണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട്, പക്ഷേ ആക്ച്വലി പണി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലേ? പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷേ വല്ല തലയിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തലയിൽ കയറുന്നില്ല. അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതുപോലെ ചിലർ എന്ത് ചെയ്യും തോന്നും, ജോലി ചെയ്യുന്നതായിട്ട് നാട്ടുകാരൊക്കെ വിചാരിക്കും ജോലി ചെയ്യുകയാണെന്ന്, പക്ഷേ അവന് ജോലിയൊന്നുമില്ല. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, കൂടുതൽ ആൾക്കാർ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അറിയാലോ. അടുത്ത, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? മൈനോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്ന മൈനോറിറ്റി കമ്മീഷൻ തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ദാറ്റ് പ്രൊട്ടക്ട് ദ മൈനോറിറ്റീസ്. ബാക്കി ഞാൻ ഓരോന്നായിട്ട് പറയണോ? നമ്മൾ വ്യക്തമായിട്ട് ഞാൻ രണ്ടാമത് തന്ന PDF ഫോർമയില്ലേ, നമ്മൾ ടേബിളാക്കി തന്ന PDF എല്ലാം വ്യക്തമായിട്ട് ഞാൻ ഓരോ കമ്മീഷൻ്റെ കാര്യവും കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിക്കൊള്ളണം. ഓക്കെ, അടുത്ത് 23, ഡിമാൻഡ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ വില്ലിങ്നെസ് ആൻഡ് ദ എബിലിറ്റി ടു പർച്ചേസ് എ പ്രോഡക്റ്റ് അറ്റ് എ സ്പെസിഫിക് സർട്ടൻ പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് എ പ്രോഡക്റ്റ് മെയ്ഡ് അവൈലബിൾ ഫോർ സെയിൽ അറ്റ് എ സ്പെസിഫിക് പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം. ഞാൻ ഇന്ന് എക്കണോമിക്സ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഡെഫിനിഷൻസ് എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും എക്കണോമിക്സിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അർത്ഥം പൂർണ്ണമായിട്ട് വരണം. ആ ഓരോ വാക്കിനും മീനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് സപ്ലൈ പോലത്തെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുടെ ഡെഫിനിഷൻസൊക്കെ കാണാതെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ഓർ ആൻഡ് വില്ലിങ്നെസ് ടു പർച്ചേസ് എ പ്രോഡക്റ്റ് സെർട്ടൻ പ്രൈസ്. 24ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, നോക്കിയോ. ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി പറയുന്നു. ഓൾ ആർ ഈക്വൽ. 15 എന്തായിരിക്കും? ദർ ഷാൽ ബി നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, സെക്സ്, റിലീജിയൻ എന്നാണ് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുതെന്ന് സിമ്പിളായി പറയാം. 16 എന്തായിരിക്കും? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. 21 ഓൾ ജെൻഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു എന്താണ് അതിൻ്റെ റൈറ്റ് ടു ഡിഗ്നിറ്റി, ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് പ്രൈവസി. അതാണ് എന്ത് 21 പറയുന്നത്. ഓക്കെ, ഇതും പ്രത്യേകം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. 25ാമത്തെ ചോദ്യം, ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡീഫ്ലേഷൻ ഇൻ ഡെസേർട്ട്. ഡിഫൈൻ ഡീഫ്ലേഷൻ ആൻഡ് 3 എക്സാമ്പിൾസ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്.
മണ്ണ് അല്ലെ കാറ്റടിക്കുമ്പോൾ അതിനോടൊപ്പം മണ്ണ് പറന്നു പോകുന്നതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലേ. സ്ട്രോങ് വിൻഡ് എന്ത് ചെയ്യുന്നു, റിമൂവ് ദ ലൂസ് സോയിൽ ആൻഡ് സാൻഡ് ഫ്രം ദ ഡെസേർട്ട് ഏരിയ ക്യാരിങ് ഇറ്റ് ടു അതർ പ്ലേസസ്, അതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡീഫ്ലേഷൻ ഹാലോസ്, കേവ്സ് ഒക്കെ എന്താണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. മഷ്റൂം റോക്സ് ഒക്കെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അടുത്ത് 26ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രതിഹാരാസൻ്റെ സമയത്ത് എന്താണ് നമ്മുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഇതിനെ പറ്റിയിട്ടാണ്. കാരണം നമുക്കവിടെ കുറച്ച് എക്സാമ്പിൾസ് സൈറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എക്സാമ്പിൾസ് കൊടുക്കേണ്ട ഒന്ന്, രാജശേഖരൻ സംസ്കൃത പോയറ്റ് ആ സമയത്തായിരുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്തത്, കാവ്യമീമാംസയും കർപ്പൂരമഞ്ജരിയും എഴുതിയത് ഈ സമയത്തായിരുന്നു. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലങ്ങളും സ്കോളേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. ഖാലിഫ ബാഗ്ദാദുമായിട്ട് വരെ എന്താണ് നമുക്ക് ഡിപ്ലോമസി അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 പോയിന്റുകളും ബാക്കി കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, സോഷ്യൽ സയൻസ് എക്സാം അല്ലേ. എന്താണ് ഗ്യാസൊക്കെ അടിച്ച് കയറ്റുമ്പോൾ സിനിമ കഥയൊന്നും എഴുതി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പോയിന്റുകൾ മാത്രം എഴുതുക. ഓക്കെ, ഒരുപാട് വലിച്ചു വരണമെന്നില്ല, വലിച്ചു വരെ എഴുതണമെന്നില്ല, പോയിന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാർക്ക് വീണോളും. അടുത്ത് 27 തൊട്ട് 28 വരെ എഴുതണം. 1, ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഇന്ത്യൻ കോസ്റ്റൽ റീജിയൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. അത് സ്വന്തമായി നിങ്ങൾക്ക് ആവശ്യം പോലെ പോയിന്റുകൾ എഴുതാം. ഇവിടെ കുറേ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയയിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസും. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അതാ ഇവിടെ പോയിന്റുകൾ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്, വായിച്ച് നോക്കിക്കൊള്ളാം. ഓക്കെ, ബി പാർട്ട് എന്ന് വെച്ചാൽ അത് എഴുതാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യുക, കൊങ്കൺ കോസ്റ്റും കോറോമാൻഡൽ കോസ്റ്റും തമ്മിലൊന്ന് അനലൈസ് ചെയ്താൽ മതി. കൊങ്കൺ കോസ്റ്റ് എവിടെയാണ്, ഗുജറാത്ത് തൊട്ട് ഗോവ വരെ അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, കോറോമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിക്കൊള്ളണം. ഓക്കെ, നമ്മൾ എലോങ് ദ സീയിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് ഞാൻ വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ജോഗ്രഫിയിലെ ബേസിക് വരുന്ന കാര്യമല്ലേ അല്ലേ, കൂടുതൽ പറയേണ്ട കാര്യമില്ല. അടുത്ത ഡിസ്ക്രൈബ് ദ എക്കണോമിക് സോഷ്യൽ സുൽത്താൻസിൻ്റെ സമയത്തുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ്. അപ്പോൾ എന്താ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കണോമിക് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറിന് പ്രോഗ്രസ് ഉണ്ടായി, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെബിലിറ്റി വന്നു, ട്രാൻസ്പോർട്ടേഷൻ പ്രോഗ്രസ് ഉണ്ടായി, ഗ്രോത്ത് ഓഫ് ട്രേഡ് ഉണ്ടായി, ഗ്രോത്ത് ഓഫ് സിറ്റീസ് ഉണ്ടായി, എമർജൻസ് ഓഫ് മണി ബേസ്ഡ് എക്കോണമി ഉണ്ടായി, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ കൂടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് രാജവംശത്തെ പറ്റിയിട്ടും എന്താണ് അതിൻ്റെ ഗുണങ്ങൾ ചോദിച്ചാൽ ഇത് ഇവിടെ നിന്നുള്ള കുറച്ച് ന്യൂട്രൽ പോയിന്റുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചു മാറ്റി എഴുതാനായിട്ട് പറ്റും. സോ നോക്കി വെച്ചോളുക. ഇത് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ വ്യത്യാസമാണ്. അതും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും ഉണ്ട്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. റിമൂവ് ചെയ്യേണ്ട ഇംപീച്ച്മെൻറ്റ് വഴിയാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ് ഇലക്ഷൻ കമ്മീഷൻ. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനകത്ത് എത്ര പേരുണ്ട്, 6 മെമ്പേഴ്സ് ഉണ്ട്, ചെയർപേഴ്സൺ ഉണ്ട്. അതും ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജായിരിക്കണം. അവർ വയസ്സെന്ന് വെച്ചാൽ എത്രയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്, ടേം എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഇതൊക്കെ വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മോഡൽ ചോദ്യ പേപ്പറിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കുറേയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാപ്പ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ക്ലാസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇതുപോലെ മോഡൽ ചോദ്യ പേപ്പർ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കൊണ്ടുവരാം, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഇനി ക്ലാസ്സായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ടെലഗ്രാം ചാനലിലെങ്കിലും എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക.